സാഹിത്യ ലോകത്ത് പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭ രവീന്ദ്രനാഥ ടാഗോർ. നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോറാണ്. സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോറാണ്. 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. 1901 രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിക്കുകയുണ്ടായി. ശാന്തിനികേതനാണ് കാലാന്തരത്തിൽ 1921 വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നത്. അതുപോലെ വിശ്വഭാരതി സർവകലാശാല ശാന്തിനികേതനിലുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മുറിയുടെ പേരെന്താണെന്ന് അറിയാമോ? ഉത്തരായനം. എന്താണ് ഉത്തരായനം? അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഏക സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ ഇപ്പോഴത്തെ ചാൻസലർ ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ഗീതാഞ്ജലിയിൽ നിന്നുമാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എടുത്തിരിക്കുന്നത് കേട്ടോ. ജനഗണമന എടുത്തിരിക്കുന്നത് ഗീതാഞ്ജലിയിൽ നിന്നുമാണ്. അതുപോലെ ഗീതാഞ്ജലി ബംഗാളി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ജനഗണമന ദേശീയ ഗാനവും ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. അതുപോലെ തന്നെ ജയദേവൻ ഗീതഗോവിന്ദം രചിച്ച ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് സോപാന സംഗീതം എന്ന് കേട്ടിട്ടുണ്ടോ? സോപാന സംഗീതം ക്ഷേത്രങ്ങളിലാണ് നടത്തുന്നത്. ഈ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഇടയ്ക്ക. സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ജയദേവന്റെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയ ഒരു കലാരൂപമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞു. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് കൊൽക്കത്ത. മുംബൈയും ഡൽഹിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കാൻ വേണ്ടുന്ന സമയം 52 സെക്കൻഡാണ്. ദേശീയഗാനം ദേശീയഗാനം രാഗം ഏതാണെന്ന് ചോദിച്ചാൽ ദേശീയഗാനം ആലപിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. ഏതാണ്? ശങ്കരാഭരണമാണ്.